അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിപ്പം പറയുമ്പോൾ ആ കാരുണ്യം നമ്മുടെ മക്കളോട് കാണിക്കണം. നമ്മളെ വേണ്ടപ്പെട്ടവരോട് അങ്ങനെ സ്നേഹമുള്ള സ്വഭാവക്കാരായിരിക്കണം നമ്മൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലാഹുവിന്റെ സ്വഭാവം തഖല്ലഖു ബി അഖ്ലാഖില്ലാഹ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവം നിങ്ങളിലേക്ക് പകർത്തണം. അല്ലാഹു വലിയ കാരുണ്യമുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങളും കാരുണ്യം ഉള്ള മനസ്സിന്റെ ഉടമകളാകണം. അല്ലാഹുവിന്റെ കാരുണ്യം പോലെ കഴിയൂലെങ്കിലും നമുക്ക് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാരുണ്യം മറ്റുള്ളവരോട് കാണിക്കണം. പക്ഷേ കാരുണ്യം എന്നുള്ളത് വെറും സുഖം മാത്രമേ കാരുണ്യത്തിന്റെ പരിധിയിൽ പെടൂ എന്ന് ചില ഉമ്മമാര് രക്ഷിതാക്കൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. മക്കളെ അടിച്ചാൽ അത് കാരുണ്യമല്ല, സ്നേഹമല്ല എന്ന് ചിലർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയല്ല. ചിലപ്പോൾ അടിക്കൽ സ്നേഹമായി മാറും. നമ്മൾ അടിക്കേണ്ട സ്ഥലത്ത് അടിച്ചിട്ടില്ലെങ്കിൽ, ശകാരിക്കേണ്ട സ്ഥലത്ത് ശകാരിച്ചില്ലെങ്കിൽ അവര് വലിയ തെറ്റുകാരായി മാറും. അങ്ങനെ അവര് വലിയ അപകടത്തിൽ ചെന്ന് ചാടും. അവർ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ നരകത്തിന്റെ അവകാശികളാവും. അതാണോ നമ്മൾ അവരോട് കാണിക്കുന്ന കാരുണ്യം? അതല്ല. തെറ്റ് ചെയ്തപ്പോ തന്നെ അടിച്ചിരുന്നെങ്കിൽ, അവരെ ശകാരിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നെങ്കിൽ അവര് നല്ല കുട്ടിയായിട്ട് മാറും. അപ്പൊ ചെറിയൊരു വേദനിപ്പിക്കൽ നടത്തുക എന്നുള്ളത് വലിയൊരു സന്തോഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ വേദനിപ്പിക്കലും കാരുണ്യമാണ്. അതാണ് അൽ വാലിദു, ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഇദാ അഹ്മല വലദഹു, അവന്റെ മക്കളെ അങ്ങോട്ട് അഴിച്ചുവിട്ടു. ഒന്നും ചെയ്യാതെ, ഒരു നിയന്ത്രണമില്ലാതെ അഴിച്ചുവിട്ടാൽ അവന് കരുതിയത് മുഴുവനും ചെയ്യാൻ വേണ്ടി, ആ മകളും മകനും എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ചെയ്യാൻ വേണ്ടി അഴിച്ചുവിട്ടാൽ അതൊന്നും പഠിപ്പിക്കുന്നില്ല. തെറ്റ് ചെയ്യുമ്പോ അവനെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചിലപ്പോ അടിക്കേണ്ട സമയത്താണെങ്കിൽ ഒന്ന് ചെറിയ രൂപത്തിൽ അടിച്ച് പേടിപ്പെടുത്തി അതിനുവേണ്ടി ശകാരിച്ച് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നല്ലത് പഠിക്കാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നില്ല. എന്തിനും പറ്റുന്ന രൂപത്തിൽ അഴിച്ചുവിടുകയാണ് ഉമ്മയും ഉപ്പയുമെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എന്റെ കുട്ടിയെ ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല, എന്തൊരു സ്നേഹ എനിക്ക് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്താനം പറയാനല്ലാതെ യഥാർത്ഥത്തിൽ അത് ശിക്ഷയാണ്, സ്നേഹമല്ല. കാരണം പിന്നീട് അവന് വലിയ ശിക്ഷ കിട്ടാൻ ഇത് കാരണമാകും. അപ്പൊ നിങ്ങൾ ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ഈ സ്നേഹം ശിക്ഷക്കുള്ള കാരണമായതുകൊണ്ട് ഇത് സ്നേഹമല്ല, ശിക്ഷയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ചെറിയൊരു ശിക്ഷ നടത്തുന്നതോ അത് സ്നേഹമാണ്. കാരണം അത് പിന്നീട് കിട്ടുന്ന വലിയ സ്നേഹത്തിനും വലിയ രക്ഷക്കും ആഖിറത്തിലുള്ള വിജയത്തിനും ഈ അടി കാരണമാകുന്നുണ്ടെങ്കിൽ ഈ അടി സ്നേഹമാണ്. അപ്പൊ അള്ളാന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും സുഖം കൊടുത്തുകൊണ്ട് മാത്രമല്ല, മറിച്ച് ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ ചില അദബിനു വേണ്ടി ചില ശിക്ഷകളൊക്കെ കൊടുക്കേണ്ടി വരും. കളിക്കാൻ വേണ്ടി ഓടുന്ന കുട്ടി നമ്മള് എപ്പോഴും കളിക്കാൻ വിട്ടാൽ അവര് പരീക്ഷക്ക് പിന്നെ വേറെ എന്തെങ്കിലും മാർക്ക് ഉണ്ടാവോ? ഇല്ല. നമ്മൾ അവനെ പിടിച്ചു വെച്ച് പഠിപ്പിക്കേണ്ടി വരും. അപ്പൊ പ്രത്യക്ഷത്തിൽ അവൻ ബുദ്ധിമുട്ടാക്കുകയാണ്. നമ്മള് അവന്റെ ഇഷ്ടം എന്താണ്? കളിക്കലാണ്. പക്ഷെ അതിന് പോകാൻ സമ്മതിക്കാതെ നമ്മൾ പിടിച്ചു വെക്കുകയാണ്. പ്രത്യക്ഷത്തിൽ സ്നേഹമല്ലെങ്കിലും അതാണ് അവിടെ സ്നേഹം. കാരണം പിന്നീടുള്ള ഫലം അത് സ്നേഹത്തിന്റെ ഫലമാണ്, അവന്റെ വിജയത്തിന്റെ ഫലമാണ്. എന്നതുപോലെ തന്നെയാണ് ചിലപ്പോ നമ്മളൊന്ന് അടിക്കേണ്ടി വരും, ചിലപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കേണ്ടി വരും. അതൊന്നും സ്നേഹത്തിനെതിരല്ല. അതൊക്കെ വലിയ സ്നേഹവും വലിയ വിജയവും അവന് കിട്ടാനുള്ള കാരണങ്ങളാണ്. ചില പ്രയാസങ്ങൾ സ്നേഹത്തിലേക്കുള്ള വഴിയാണ്, കാരുണ്യത്തിന്റെ വഴികളാണ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇമാമിങ്ങൾ ഉദാഹരണം പറയാണ്. ഒരാൾക്ക് കയ്യിന് അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും രോഗം വന്ന് ആ രോഗം മൂർച്ഛിച്ച് ശരീരത്തിന്റെ ഭാഗത്തേക്ക് അത് വ്യാപിക്കുമെന്ന് പറഞ്ഞാൽ
നല്ല കഴിവുള്ള ഡോക്ടർമാര് പറയാണ് ഈ കൈ മുറിച്ചു മാറ്റണം. നഅൂദുബില്ല, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ അവയവങ്ങൾക്ക്, ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്താകുന്ന അതിന്റെ എല്ലാ കഴിവുകളും മരണം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, ഒരാൾക്ക് അങ്ങനെ വന്നാൽ കൈ മുറിച്ചു മാറ്റും. കാരണം എന്തേ? ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആ രോഗം കടക്കാതിരിക്കാൻ വേണ്ടി. ആ കൈ മുറിച്ചു മാറ്റുക എന്നുള്ളത് റഹ്മത്താണ്, കാരുണ്യമാണ്, ആ രോഗിയോടുള്ള സ്നേഹമാണ്. കാരണം എന്തേ? ആ രോഗി ഇനിയും ജീവിക്കാൻ ആ കൈ മുറിച്ചു മാറ്റൽ ശരിക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വേദനയാണ്, വേദനിപ്പിക്കലാണ്. പച്ച ഇറച്ചി, രക്തത്തിന്റെ ഓട്ടമുള്ള വേദനയുള്ള ആ ഭാഗം മുറിച്ചു മാറ്റുമ്പോ വല്ലാത്തൊരു കഷ്ടാണ്. പക്ഷേ അവൻ ഇനിയും പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് നോക്കുമ്പോ ഇത് അവനോട് കാണിക്കുന്ന റഹ്മത്താണ്, സ്നേഹമാണ്. അപ്പൊ ചില ശിക്ഷകൾ, ചില പ്രയാസങ്ങൾ, ചില വേദനകൾ അത് സ്നേഹത്തിലേക്കുള്ള വഴികളാണ്, അവന്റെ രക്ഷയിലേക്കുള്ള വഴികളാണ് എന്നും കൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. മക്കൾ അടിക്കലും ചില രൂപത്തിൽ അവരെ പ്രയാസപ്പെടുത്തലും ഒന്നും അവരോട് സ്നേഹത്തിന് എതിരല്ല. അങ്ങനെയാണ് ഉമ്മമാര് ചെയ്യേണ്ടത്. എന്നാലേ അവർക്ക് നമ്മുടെ സ്നേഹം കൊടുത്തവരാവുകയുള്ളൂ. എല്ലാ പരീക്ഷണങ്ങളും റഹ്മത്തായിട്ട്, നല്ലതിനായിട്ടാണ് ഇമാമിങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. വലിയ പരീക്ഷണങ്ങൾ ചിലപ്പോൾ വരും, വലിയ ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ വരും. പക്ഷേ അതിന്റെ പിന്നിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഹ്മത്ത്, കാരുണ്യം വെച്ചിട്ടുണ്ടാവും. ഇപ്പോ ഉദാഹരണത്തിന് നമ്മളൊക്കെ പല സമയത്തും പല രോഗങ്ങളും വരാറുണ്ട്. ശരീരം വേദന, പനി പിടിച്ച് വല്ലാതെ നമ്മൾ ക്ഷീണിച്ചു പോയി, അല്ലെങ്കിൽ വലിയ രോഗങ്ങളാവട്ടെ, എന്ത് രോഗങ്ങൾ വന്നാലും പ്രത്യക്ഷത്തിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്, ഇടങ്ങേറാണ്. എന്നാൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഫൽ മഖ്സൂദു മിനൽ തകാലീഫി തത്ഹീറുൽ അർവാഹി അനിൽ അലായിഖിൽ ജസദാനിയ. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ, അതിനാൽ നിങ്ങളുടെ ശരീരത്തിന് വന്ന ആത്മീയമായ കറകൾ അത് കഴുകി വൃത്തിയാക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ ശരീരത്തിന് അല്ലാഹു നൽകുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ. ശരീരത്തിന്റെ പല ഭാഗത്തും വേദന, പ്രത്യേകിച്ച് പറയാണ് മിൻ മിഹനത്തിൻ വ ബലിയത്തിൻ വ അലമിൻ വ മശബ്ബത്തിൻ. ബുദ്ധിമുട്ട്, വേദന, പ്രയാസം, പരീക്ഷണം, ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ പ്രയാസമായിട്ടാണെങ്കിലും ഇല്ലാ അന്നഹു ഹിക്മത്തുൻ വ റഹ്മത്തുൻ ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അല്ലാഹുവിന്റെ യുക്തിയാണ്. അങ്ങനെ വരുമ്പോ അല്ലാഹു സൂറത്തുൽ ഇസ്രായിൽ പറയാണ്, ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും. നിങ്ങൾ പഴി പറയരുത്. ചില ആളുകൾ അങ്ങനെ, ഞാൻ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഇങ്ങനെ ഞാൻ ഇവിടെ പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ചിലർ പറയുന്നത്, ഞാൻ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മക്കളുടെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് അങ്ങനെ ഒരു ശാപവാക്കുകൾ പറയാം. അങ്ങനെയല്ല, നിനക്കത് വന്നത് നിന്റെ ലാഭത്തിന് വേണ്ടിയാണ്, നിന്റെ നന്മക്ക് വേണ്ടിയാണ്. അല്ലാഹു അതും കാരുണ്യമായിട്ടാണ് നിനക്ക് ചെയ്തിട്ടുള്ളത്. കാരണം അർഹമുർ റഹീമീൻ, കാരുണ്യവാന്മാരിൽ വെച്ച് കാരുണ്യത്തിന്റെ നിറകുടമായ പടച്ചതമ്പുരാൻ നിനക്ക് പ്രത്യക്ഷത്തിന് വേദനയും പ്രയാസവുമാണ് നൽകിയിട്ടുള്ളതെങ്കിലും അതിന്റെ ഉള്ളിലും ഒരു സ്നേഹം നിറച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ ഉള്ളിലും നിന്നോടുള്ള കാരുണ്യം നിറച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് പടച്ചവനെ പഴിചാരാതെ, ശാപത്തിന്റെ വാക്കുകൾ പറയാതെ, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാതെ, ഇൻ അഹ്സൻതും, നന്മയുള്ള മനസ്സോടുകൂടെ
രോഗിയായി ഇങ്ങനെ പ്രയാസം കടിച്ചമർത്തി കഴിയാണ്. അപ്പൊ ഇങ്ങനെ കാണാൻ വരുന്നവരോട് പറയാണ്, അൽഹംദുലില്ലാഹ്, റാഹത്താണ്, ഇത്രയും കാലം ജീവിച്ചല്ലോ, ഇത്രയും കാലം പ്രയാസമൊന്നും ഇല്ലാതെ ജീവിച്ചല്ലോ, ഇപ്പൊ ചെറിയൊരു പ്രയാസം വന്നു, എന്നാലും അതൊക്കെ നമ്മളെ ദോഷം പോർക്കാൻ വേണ്ടി പഠിച്ചോൻ തന്നതായിരിക്കും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ഒരു രോഗി, ഒരു വിഷമമുള്ളവൻ മനസ്സ് വെച്ചാൽ അതാണ് ഇൻ അഹ്സൻതും. നിങ്ങൾ ആ പ്രയാസത്തെ നല്ല രൂപത്തിൽ പ്രതികരിച്ചാൽ, അതിന് നിങ്ങളുടെ ഭാഗത്ത് നല്ല രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ, അഹ്സൻതും ലിഅൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് ചെയ്തത് നന്മയാണ്. അല്ലാഹ് നിങ്ങൾക്ക് അതിന് ഫലമായിട്ട് നൽകുന്നത് നന്മയാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ 7-ാമത്തെ ആയത്ത്. തയ്യാറുണ്ടോ പ്രിയപ്പെട്ട ഉമ്മമാരെ? നമ്മൾ തയ്യാറാവണം. അതാണ് അള്ളാഹു നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലൊക്കെ നന്മയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ നന്മ വാങ്ങാൻ തയ്യാറാകണം. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ച്, പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ച്, വഴികൾ പറയാതെ നമ്മൾ അള്ളാഹുവിനോട് ആ സ്നേഹം കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ അടുത്ത് അത് കിട്ടാൻ വേണ്ടി അള്ളാഹു നമുക്ക് അങ്ങനത്തെ നല്ല മനസ്സ് തരട്ടെ. ഈ ഇടങ്ങേറുകൾ വരുമ്പോ പതറിപ്പോയി പടച്ചോനെ എന്താണിത് എന്നൊരു ചോദിക്കുന്ന രൂപത്തിൽ പതറിപ്പോകുന്ന സാഹചര്യം അല്ലാഹു നമുക്കൊന്നും നൽകാതിരിക്കുമാറാവട്ടെ. ആമീൻ. ഇമാമിങ്ങൾ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. നരകം പടച്ചതുവരെ റഹ്മത്താണ്. നരകം പടച്ചതുവരെ റഹ്മത്താ. അള്ളാഹ് ഇപ്പൊ നമ്മളെല്ലാവരെയും നരകത്തിലിട്ട് ശിക്ഷിക്കണമെന്ന് തീരുമാനമുണ്ടോ? ഇല്ല. അതിനുവേണ്ടി അല്ല നരകം പടച്ചു വെച്ചിട്ടുള്ളത്. നരകം പടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നരകവും സ്വർഗവും ഒക്കെ പടച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെയൊക്കെ വിശ്വാസവും. അങ്ങനെയാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാനിൽ ആൻ, ഇപ്പോൾ തന്നെ പടച്ചു വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക മലക്കുകളുടെ ടീമിനെ കൊണ്ട് അതിനെ സംരക്ഷിച്ച് പിടിച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ നരകം പടച്ചത് എങ്ങനെ അള്ളാന്റെ റഹ്മത്താകുന്നത്? അതുകൊണ്ടാണല്ലോ നമ്മളൊന്നും വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ തുനിയാത്തത്. വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ നമുക്ക് പേടി വരുന്നത് എന്തുകൊണ്ടാണ്? നന്നായി ജീവിക്കാൻ നമുക്ക് തോന്നുന്നത് നരകം ഒരു ഭാഗത്ത് പടച്ചു വെച്ചത് കൊണ്ടും അതിലുള്ള ശിക്ഷകളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടുമാണ്. അപ്പോ നരകം പടച്ചതും റഹ്മത്താണ്. കാരണം നമ്മുടെ വിജയത്തിന് അത് കാരണമാകുന്നുണ്ട്. സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ വിശദമായിട്ട് പറയില്ല. പ്രത്യക്ഷത്തിൽ ശിക്ഷയാണെങ്കിലും ആന്തരിക ലക്ഷ്യം നരകവും റഹ്മത്താണ്, കാരുണ്യമാണ്. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖദർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞപ്പോൾ പറയാണ്, വെള്ളിയാഴ്ച ഓതൽ സുന്നത്താണ് സൂറത്തുൽ കഹ്ഫ്. അത് ജുമുഅക്ക് പോകുന്നവർക്ക് മാത്രമല്ല, ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ വീട്ടിലിരുന്ന് സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട്. എപ്പോഴാണ് ഓതേണ്ടത്? വ്യാഴാഴ്ച അസ്തമിച്ചു മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച അസ്തമിക്കുന്ന മഗ്രിബ് വരെയുള്ള സമയം, ആ രാത്രിയോ പകലോ, വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ, ഏതെങ്കിലും ഒരു സമയത്ത് ജുമുഅന്റെ മുമ്പാകലാണ് ഏറ്റവും നല്ലത്. സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നുള്ളത് വലിയ സുന്നത്താണ്. അത് ചില്ലറ സുന്നത്തൊന്നുമല്ല, ഭയങ്കര സുന്നത്താണ്. അത് ഓതുന്നവർക്കുള്ള ഫലം കേട്ടാൽ നമ്മൾ അത് മുടങ്ങാതെ ഓതും. അത്രയും വലിയ ഫലം. ഞാൻ ഇപ്പോ അതിലേക്ക് പോകല്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. സൂറത്തുൽ കഹ്ഫ് നിങ്ങൾ ഓതണം. അതിൽ വിശദമായിട്ട് പറയുന്ന ഒരു ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖദർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാമും ഖദർ നബി അലൈഹിസ്സലാമും ഇങ്ങനെ യാത്ര പോകുമ്പോൾ, ഞാനത് വിശദമായിട്ട് പറയില്ല, വിശദമായിട്ട് പറയാൻ മണിക്കൂറുകൾ വേണ്ടി വരും. അപ്പോഴൊക്കെ മൂസാ നബി ഖദർ അലൈഹിസ്സലാമിന്റെ യാത്രയിൽ ഖദർ നബി അലൈഹിസ്സലാം ഓരോ കാര്യങ്ങൾ ചെയ്യാം. പ്രത്യക്ഷത്തിൽ നമുക്കത് വലിയ ഒരു മുസീബത്തായിട്ട് തോന്നും. ആദ്യം നല്ല രൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പല്, ആ കപ്പലിന് ഒരു ദ്വാരമുണ്ടാക്കി, ഒരു ഓട്ടയുണ്ടാക്കി ഖദർ അലൈഹിസ്സലാം. കുറച്ചിങ്ങനെ പോയപ്പോ
ഒരു കുട്ടി, ആ കുട്ടിയെ കൊന്നു കളഞ്ഞു ഖദർ അലൈഹിസ്സലാം. കുറച്ചിങ്ങനെ പോയപ്പോ ഒരു നാട്ടിൽ അവര് ഇങ്ങനെ യാത്ര പോവുകയാണല്ലോ. അപ്പൊ ആ നാട്ടുകാരോട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ, ഞങ്ങൾ ഇവിടെ നിന്ന് താമസിക്കട്ടെ, ഇവിടെ നിന്ന് വിശ്രമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവര് യാതൊരു രൂപത്തിലും സഹകരിച്ചില്ല. പക്ഷെ ആ നാട്ടിൽ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു വീടിന്റെ മതിൽ കെട്ട് ഇങ്ങനെ പൊളിഞ്ഞു വീഴാൻ വേണ്ടി ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോ ഖദർ അലൈഹിസ്സലാം അന്ന് മണ്ണും ഇതൊക്കെ കൂട്ടിയിട്ട് ആ കെട്ട്, പൊട്ടാനായ കെട്ട് ശരിക്ക് കല്ലുകളൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു. ഇതൊന്നും മനസ്സിലാകണില്ല മൂസാ നബി അലൈഹിസ്സലാമിന്. ഈ 3 സംഭവം, ഒരു കുഴപ്പമില്ലാതെ പോയ കപ്പലിന് ഓട്ടയുണ്ടാക്കി, ദ്വാരമുണ്ടാക്കി, അതുപോലെ ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞ്, പിന്നെ ഒരു മതില്, ഒരു സഹകരണവും നടത്താത്ത ഒരു നാട്ടുകാരുടെ മതില് പണിതു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ചെയ്തത്, എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചോ. പ്രത്യക്ഷത്തിൽ ഇത് കുട്ടിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മോശമായ പരിപാടിയാണ്. എന്നാൽ അതുപോലെ തന്നെ കപ്പൽ ഓട്ടയാക്കുക എന്ന് പറഞ്ഞത് തെറ്റായ പ്രവണതയാണ്. പിന്നെ ഒരു സഹകരണവും നടത്താത്ത ഒരു നാട്ടുകാരുടെ മതിൽ നന്നാക്കി കൊടുക്കുക, പണിതു കൊടുക്കുക എന്നുള്ളതൊന്നും നല്ല പരിപാടിയല്ലല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം പറയാണ്, ഞാൻ ആ കപ്പലിന് ഓട്ടയുണ്ടാക്കിയത് കുറച്ചങ്ങ് ആ കപ്പൽ സഞ്ചരിച്ചാൽ നല്ല കപ്പലുകളെയൊക്കെ അക്രമികാരിയായ ഒരു ഭരണാധികാരി കടലിൽ വെച്ച് പിടിച്ചെടുത്ത് ആക്രമിക്കുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട് നല്ല കപ്പലുകളെയൊക്കെ. അതുകൊണ്ട് ആ അക്രമത്തിൽ ഇവർ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ കപ്പലിൽ ഞാൻ ഒരു തകരാറുണ്ടാക്കിയത്. തകരാറുണ്ടാക്കിയ കപ്പൽ ആ രാജാവ് പിടിച്ചെടുക്കുകയില്ല. അപ്പൊ ഇവരെ യഥാർത്ഥത്തിൽ ആ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. പ്രത്യക്ഷത്തിൽ കപ്പല് കേടാക്കിയതാണെങ്കിലും ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്, റഹ്മത്തുണ്ട്. കുട്ടി എന്തിനാണ് കൊന്നുകളഞ്ഞതെന്ന് അടുത്ത ചോദ്യം. അതിന് മറുപടി കൊടുത്തത് എന്താ? ഈ കുട്ടി കുറച്ചു കാലം കൂടെ ജീവിച്ചാൽ കാഫിറായി മാറും. ഞാൻ ചുരുക്കി പറയാണ്, അവർക്ക് വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. കാഫിറായി മാറും. പക്ഷേ ആ കുഫർ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇപ്പൊ തന്നെയാണ് കൊന്നുകളഞ്ഞാൽ കാഫിറായി മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ കൊന്നുകളഞ്ഞതാണ്. അപ്പൊ ആ കുട്ടിയോടുള്ള കാരുണ്യാണ്, ആ മാതാപിതാക്കളോടുള്ള കാരുണ്യാണ്. പക്ഷെ പ്രത്യക്ഷത്തിലോ കൊല്ലൽ വലിയ തെറ്റുമാണ്, പക്ഷെ ഉള്ളിൽ കാരുണ്യമുണ്ട്. അതുപോലെ അടുത്ത ചോദ്യം, എന്തിനാ നിങ്ങൾ ആ മതിൽ പണിതു കൊടുത്തത്? അതിനുള്ള മറുപടി, നമ്മളെ സഹായിക്കാത്ത, നമുക്ക് ഹെൽപ്പ് ചെയ്യാത്ത വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ആണെങ്കിലും ആ മതിലിന്റെ ഉള്ളിൽ ആ വീട്ടിൽ താമസിക്കുന്ന 2 യതീം കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് അവർക്കുള്ള നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ ആ മതിലിന്റെ താഴ്ഭാഗത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ച് അതിന്റെ മുകളിലാണ് മതിൽ പണിതിട്ടുള്ളത്. ഈ കുട്ടികൾ പ്രായമായതിനു ശേഷം, ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അതെടുക്കാനുള്ള സൗകര്യത്തിനാണ്. പക്ഷെ ഇപ്പൊ തന്നെ മതിൽ പൊളിഞ്ഞു പോയാൽ ആ കുട്ടികൾക്ക് അത് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ യതീം കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ മതിൽ പണിത് കൊടുത്തത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാം. നിങ്ങൾ ചെയ്തത് പ്രത്യക്ഷത്തിലൊക്കെ തെറ്റാണെങ്കിലും നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നില്ലെങ്കിലും ഉള്ളിലൊക്കെ സ്നേഹമുണ്ട്. ഇതാണ് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലും ചിലതൊക്കെ ഉണ്ടാകുക. നമ്മളെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ, പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹു നമ്മളോട് ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ അള്ളാഹിനോട് ദേഷ്യപ്പെടരുത്, വിമർശിക്കരുത്. കാരണം അതിന്റെ ഉള്ളിൽ സ്നേഹം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല. ഒരു ദിവസം റഹ്മാൻ റഹീം എന്നുള്ള വാക്ക് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ 34 തവണ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. 34 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ ഒരു റഹ്മാൻ റഹീം ഉണ്ട്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം അതിലുണ്ട്. ബിസ്മിയുടെ ഭാഗമായിട്ടും ഫാത്തിഹയുടെ ആയത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ
34 തവണ, 17 തവണ ഫാത്തിഹ ഓതുമ്പോ 34 തവണ നിർബന്ധമായിട്ടും പറയേണ്ടതാണ് ഇത്. പക്ഷേ നമ്മൾ അതിന്റെ ഈ അർത്ഥഗാംഭീര്യം, അതിന്റെ വിശാലമായ റഹ്മത്തിന്റെ ആ കരകാണാത്ത അറ്റമില്ലാത്ത ഭാഗത്തേക്ക് നമ്മുടെ മനസ്സ് പോകുന്നില്ല. ഇനി നമ്മളുടെ മനസ്സ് അങ്ങനെ പോകണം. ഇനിയുള്ള നിസ്കാരങ്ങളിൽ, ഇനിയുള്ള ഫാത്തിഹകളിൽ, ഇനി വിസ്മി ചൊല്ലുമ്പോഴൊക്കെ നമ്മൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയിലേക്ക് നമ്മുടെ മനസ്സ് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് കൊടുക്കുന്നതിലേറെ ഇങ്ങോട്ട് തിരിച്ചു തരുന്ന വലിയ കാരുണ്യത്തിന്റെ ഉടമയാണെന്നുള്ള ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമുക്ക് നല്ല മനസ്സ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ മനസ്സിലാക്കി എപ്പോഴും ഒരു പരാതിയുമില്ലാതെ അള്ളാഹു ചെയ്യുന്നതിലൊക്കെ കാരുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ തൃപ്തിയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ.